അങ്ങനെയാണോ ഗൈസ്? ഐ ഡോണ്ട് നോ. കുഞ്ഞിനാക്കില്ല. പപ്പടം ചോറും വേണോ? ഹലോ ഗൈസ്. ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമുക്ക് നല്ല വിശേഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് വിശേഷം എന്താണെന്നറിയോ? ദേ ഈ ഇരിക്കണം കുഞ്ചുരുമണി ഇല്ലേ, ഞങ്ങളുടെ കുഞ്ചുരുമണീന്റെ പിറന്നാളാണെന്ന്. ഹാപ്പി പിറന്നാൾ ആര്യൻകുട്ടാ. എന്ത് പറഞ്ഞാലും തിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ ആര്യൻകുട്ടന് അപ്പയുടെയും അമ്മയുടെയും ഇങ്ങോട്ട് നോക്കൂ. ഹലോ, ആര്യൻകുട്ടന് അപ്പയുടെയും അമ്മയുടെയും വക പിറന്നാൾ ആശംസകൾ. ഓക്കെ, ഹാപ്പി പിറന്നാൾ ആര്യൻകുട്ടാ. താങ്ക് യു പറ മുത്തേ. അങ്ങനെയാ പറയാ. ഇന്ന് ആര്യൻകുട്ടനെ മാത്രല്ല അച്ഛമ്മയുടെയും നാള് പിറന്നാളാണ്. ഇവരുടെ രണ്ടുപേരും നാള് അമ്മയും അച്ഛനും കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ ഇന്ന് പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്. ഹായ് പറ ആര്യൻകുട്ടാ. ആര്യൻകുട്ടനെ ജമ്പ് ചെയ്യാൻ വിടാഞ്ഞിട്ട് പിണങ്ങി. അപ്പൊ എന്തായാലും ആര്യൻകുട്ടന്റെ അച്ഛമ്മയുടെയും ആര്യൻകുട്ടന്റെ പിറന്നാൾ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. നമുക്ക് പുറത്ത് പോവാം, കളിക്കാൻ പുറത്ത് പോവാം. വെയിലില്ല. ഓക്കെ, സ്ലൈഡിൽ പോവാം. കുഞ്ഞു സ്ലൈഡിൽ പോവാം. ഓക്കെ, ബിഗ് സ്ലൈഡിൽ പോയി വീണ് പോവില്ലേ? വ്ലോഗ് കാണുന്നുണ്ടോ? ആ ഓക്കെ. അപ്പൊ എന്നാ എല്ലാരോടും പറയും അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ചെയ്യണേ. അപ്പൊ പ്ലീസ് ഡു സബ്സ്ക്രൈബ് നിമ്മി അരുൺ ഗോവൻസ് യൂട്യൂബ് ചാനൽ. ഓക്കെ ജിയസ്. അപ്പൊ എന്തായാലും 3 വർഷം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ പറന്നു കഴിഞ്ഞു. ഓ മൈ ഗോഡ്, ഇനി 4ാം വയസ്സിൽ എന്തൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ആര്യൻകുട്ടന്റെ ഈ കുഞ്ഞു പിറന്നാൾ ആഘോഷം ഒരുമിച്ച് ആഘോഷിക്കാം. അവന് നിങ്ങളുടെ എല്ലാവരും ബ്ലെസ്സിങ്സും പ്രേയേഴ്സും ഒക്കെ വേണം. ഓക്കെ, അപ്പൊ ഇന്ന് ആര്യൻകുട്ടന്റെ അച്ഛമ്മയുടെയും പിറന്നാളാണ്. അച്ഛമ്മയ്ക്കും പിറന്നാൾ ആശംസകൾ. അച്ഛമ്മ താങ്ക് യു. അച്ഛമ്മ റെഡി ആവുമായിരുന്നു. അതെയോ? അച്ഛമ്മ സെറ്റും കൊണ്ടൊക്കെ കൊടുത്ത് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നു. അതെ. ഇപ്പൊ അമ്മയുടെ പിറന്നാളൊക്കെ ആര്യൻകുട്ടന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ? കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഞാൻ രണ്ടാളും ഒരേ നക്ഷത്രമായതുകൊണ്ട് അവന്റെ കൂടെ തന്നെ. അതെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ട്. അതെ. അപ്പൊ ഇവിടെ ഒരാൾ ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞാടുന്നൊരു വിശേഷം. അച്ഛൻ എല്ലാ ദിവസവും ഒരുപോലെയാണെന്ന്. ആണോ അച്ഛാ? അച്ഛൻ അമ്മയുടെ പിറന്നാൾ ആശംസകളൊന്നും പറഞ്ഞില്ലേ? അതെയോ? ഞങ്ങള് രാവിലെ 2-ാം കുടി അമ്പലത്തിൽ പോയി ഗോപുരം കൂട്ടി. ഞങ്ങള് 3-ാം കുടി അമ്പലത്തിൽ പോയി അയ്യപ്പന്റെ അമ്പലത്തില് തൊഴുതു. നല്ല ഹാപ്പി ആയി. അതെ. എന്റെ അപ്പുറത്ത് എന്താ വേണ്ടെന്നല്ലേ? പിറന്നാൾ ഗിഫ്റ്റ് ഒന്നുമില്ല? പിറന്നാൾ ഗിഫ്റ്റ് ഒക്കെ ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചു. ആര്യൻകുട്ട അച്ഛനെ വിഷ് ചെയ്തോ? ചിലപ്പോ പിടിക്കാൻ കൊണ്ടുവരാൻ Breathe out. Breathe in. Breathe out. Breathe in. Breathe in. പതുക്കെ. ഇന്ന് ഒരു മിനിറ്റ് ഞങ്ങള് വിളിച്ചിട്ടൊന്ന് നിൽക്കുവോ, ഭക്ഷണം കഴിക്കാൻ വരുമോ? ഇതുവരെ എന്റെ മോന് പിറന്നാളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയോ? സമയം 3ാമത്തെ പിറന്നാൾ ഇങ്ങനെയാണോ ഗൈസ്? ഐ ഡോണ്ട് നോ. 3 മുതൽ 4 വരെ അതിമനോഹരമായ ദിവസമായിരിക്കും. 4 മുതൽ 5 വരെ ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവരട്ടെ വന്നേ. ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് കളിച്ച് ക്ഷീണിക്കട്ടെ. ക്ഷീണിക്കുമ്പോ വരുമല്ലോ വിശക്കുന്നു പറഞ്ഞിട്ട്.
എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നെന്താ നമ്മുടെ പായസം അമ്മ? പാൽപ്പായസം. നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ ഒരു പാൽപ്പായസം ഉണ്ടാക്കാണ്. പിന്നെ പപ്പടം ഉണ്ട്, ആരുംകൂട്ടിന് പപ്പടം കൊടുക്കൂല. പിന്നെ എന്താ പായസം ഉണ്ടാക്കുന്നുണ്ട്, ആരുംകൂട്ടിന് പായസം കൊടുക്കൂല. എന്താ ചെയ്യണ്ടേ? ആരുംകൂട്ടിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായോ? കുമ്പ വിശക്കുന്നുണ്ടോ? ഇനി ചോദിക്കണ്ട, ഇനി പൂച്ചയ്ക്ക് ലഞ്ച് കൊടുക്കണ്ട. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ലഞ്ച് കൊടുത്താലോ? എന്തോ ഞാൻ എന്താ ചെയ്യാ, വരുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, മുമ്പ് വിശക്കുന്നുണ്ടോ കുട്ടനെ? ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഇഡ്ഡലി വേണ്ട, എന്നാ പഴം വേണോ? പഴം എന്നാ പഴം കഴിക്കണം. പഴം Cause I've always been told that things will unfold if you keep on waiting. But then you came along and proved me all wrong. I was so mistaken. Cause you glue all the pieces back together. Yeah, you take all my wrongs and make ഹലോ. yeah, you're making me ഇതിന്റെ മുകളിൽ ഒരാളുണ്ട് കേട്ടോ, ഒരു ചെറുത്. വരുന്നില്ല. I was never the one to give it a go, so I was so stuck. ഹെലികോപ്റ്ററിൽ പോണോ? അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. അപ്പ ഹെലികോപ്റ്ററിൽ പോയിട്ടില്ല ഇതുവരെ. ആ അങ്കിളിനെ പോലെ ആകുമ്പോ ഹെലികോപ്റ്ററിൽ പോകും. അമ്മേ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ടതേ ആര്യൻകുട്ടിനെ കളിപ്പിക്കാനൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കളി നിർത്തുന്ന വട്ടമൊന്നും കാണുന്നില്ല. അകത്തേക്ക് പോകാല്ലേ ഗോപു? കുറേ നേരമായിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്യിച്ചിട്ട് കണ്ടു പോകുന്ന ഫോട്ടോയെങ്കിലും ഒരു പിറന്നാളിന് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടണ്ടേ. എൻ്റെ കൂടെ വരുന്നേ ഇല്ല അകത്തേക്ക്. അപ്പോൾ ഗൈസ്, അടുത്ത ലക്ഷ്യം ഇതിനെ ചെറുതിനെ എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് അകത്ത് കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിക്കട്ടെ. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് നമ്മള് എന്ത് ചെയ്യുന്നേ? എന്ത് ചെയ്യും? നമ്മള് ഡ്രസ് ചെയ്യും, കുറിയിട്ടോ, ചന്ദന കുറിയിത്തോടും, എന്നിട്ട് സുന്ദരനാവും, ക്രീം ഇടും, എന്നിട്ട് നമ്മള് ഫോട്ടോ എടുക്കും. ഓണോയോ? ഓണം. ഇതാരും കൊണ്ട് ഓണത്തിന് മേടിച്ച ഡ്രസ്സാണ്. അതാണ് ഓണം. ഓണം ഡ്രസ്സാണോ ഇത്? ഇത് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഹാപ്പി ആണോ? എന്നാ പിന്നെ ചിരിക്കൂ. ഹാപ്പി ആണെങ്കിൽ കൈ മടക്കാൻ ബെസ്റ്റ്. ഏകദേശം ചെയ്തടാ. ഇത്ര പോലെ അപ്പൊ ഇനി മടക്കണം. മതി, അത്ര മതി. ഇനി മടക്കണം. ആ കണ്ടോ, അങ്ങനെ മറക്കണം. സ്മോൾ സ്ലീവ് ആണോ ഇഷ്ടം? കണ്ണിനല്ല, കണ്ണിന് ക്രീം ഇടരുത്, കണ്ണിനിടരുത്. മുടിയുടെ ഉള്ളിലൊന്നും ഇടണ്ട. വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്. ആ പ്ലീസ് ആക്കാം. ഓക്കെ, എന്താ കുറിയിടാനാ? വെള്ളം നിറ ചന്ദന കുറിയിട. വിശക്കുന്നുണ്ട് അല്ലേ? ചന്ദനം തൊടണം. ഇപ്പൊ ഒരു പിറന്നാൾ കുട്ടിയുടെ ലുക്കൊക്കെ ആയി. സോ
നമ്മുടെ പായസത്തിന്റെ പണിയിലേക്ക് എത്തി. നല്ല അമ്പലപ്പുഴ പായസം പോലത്തെ ഒരു പായസമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പിറന്നാളിന്റെ വിഭവങ്ങള്. സദ്യ, ചെറിയൊരു സദ്യ വട്ടം തന്നെ ഉണ്ട് കേട്ടോ. ഇതില് അവിയലുണ്ട്, പിന്നെ വെള്ളരിക്ക കിച്ചടി ഉണ്ട്, ക്യാബേജ് തോരനുണ്ട്, പിന്നെ ഓലനുണ്ട്, ഇഞ്ചി തൈര്, പിന്നെ ഇതാ സാമ്പാറ്, ചോറ്, പപ്പടം വറുക്കണത്ര, പായസം. ഇതാണ് ആര്യൻകുട്ടന്റെ പെരുന്നാളിന്റെ സദ്യ. എന്താ പരിപാടി? ഇത് എന്താ എല്ലാം വലിച്ചിടുക? എല്ലാം വലിച്ചിടുകയാണോ? അയ്യോ ആര്യൻകുട്ട കീറല്ലേ മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാറില്ല കണ്ണ. ആര്യൻകുട്ടന്റെ ഇല മുറിക്കാണ്. ആര്യൻകുട്ടന്റെ കുഞ്ഞു നാക്കല. അത് കുഞ്ഞു നാക്കില്ല. അതിലെന്താ ചെയ്യാ നമ്മള്? ഓ ഇതില് നമ്മള് തൈര് കഴിക്കും. തൈര് ഓക്കെ. ആര്യൻകുട്ടന് കറക്റ്റ് തൂമ്പല. ഉണ്ട്. ആര്യൻകുട്ടനോട് ഇപ്പോഴല്ല, ആര്യൻകുട്ടനെ മറ്റന്നാള്. അയ്യോ എന്റെ പൊന്നിനെ ഹാപ്പി ബർത്ത്ഡേ ഇന്നുമാ. ഹാപ്പി ബർത്ത്ഡേ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് കണ്ടോ അന്നൊന്നും കേൾക്കാൻ അമ്മ കേക്ക് കെട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അവന്റെ കണ്ണെന്ന് വെള്ളം വന്നു. കണ്ണൊക്കെ നിറഞ്ഞോ? എന്തിനോ ഹാപ്പി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണോ? നമുക്ക് എല്ലാം സദ്യ കഴിക്കാം, ഹാപ്പി ബർത്ത്ഡേ പായസം കുടിച്ചാം. എന്നിട്ട് നമുക്ക് മറ്റന്നാള് ആര്യൻകുട്ടന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാം. എന്ത് കേക്കാ? ആനിമൽ കേക്ക് കട്ട് ചെയ്യാം. ആനിമൽസ് ഒക്കെ ഇങ്ങനെ നിൽക്കും കേക്കില്. ലുക്ക് ഹൂസ് ഹിയർ. നമ്മളെ എല്ലാ ഇയറിലും പെരുന്നാൾ സ്പെഷ്യൽ ഒരേ ഒരു ഗസ്റ്റ്. ധ്രുവച്ചേട്ടൻ എവിടെ? ധ്രുവച്ചേട്ടന്റെ പരീക്ഷ. ശരി. എന്താടാ നോക്കണേ കണ്ണ? ഒരു ഗമ. പിറന്നാൾ ഗമ രാവിലെ തൊട്ട് ഗമ തന്നെയാന്ന്. എന്താ നോക്കണേ? ഗമ ഗമ. അപ്പം ഞങ്ങളുടെ ഒരു സോങ് അയ്യപ്പന്റെ ഡിവോഷൻ സോങ് ചെയ്തിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ. അയ്യൻ എന്നാണ് പേര്. ഒരു ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ട്രൈ ആണ്. ശിവ ട്രാൻസ് ഒക്കെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. ദിസ് ഇസ് കൈൻഡ് ഓഫ് ട്രാൻസ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ പ്ലീസ്. Yeah, you take all my wrongs and make them better. Yeah, you അപ്പൊ നമ്മള് ഗൈസ് പായസം ഏകദേശം റെഡിയായി. നമ്മുടെ അണ്ടിപ്പരിപ്പ് വറവിടുന്ന മാത്രമേ ഉള്ളൂ. ഏറ്റവും ഭാരമുള്ള ജോലിയാണ് അതിൽ കുക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ പപ്പടം പച്ചു. ആണോ? അതാണ് എനിക്ക് ഏറ്റവും ഭാരമുള്ള ജോലി. രണ്ട് പിള്ളേരെ ഞാൻ വളർത്തി വലുതാക്കുന്നുണ്ട്. ഇതിന്റെ അത്ര ഭാരം എനിക്ക് എന്താ? ഒരിക്കലും വളരാത്തൊരു കുട്ടികളുടെ വീടാണ്. ഭാഗ്യം വേണം ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കിട്ടാൻ. പായസപ്പ തരാട്ടോ. മുന്തിരി വാരിക്കളയാൻ വേണ്ടിയതുകൊണ്ടിരുന്നില്ല. അപ്പൊ നമ്മൾ അണ്ടിപ്പരിപ്പ് മാത്രമേ നെയ്യിലിട്ടിട്ട് വറുക്കുന്നുള്ളൂ. കാരണം മുന്തിരി ഇട്ട് അതൊക്കെ പെറുക്കിക്കളയാൻ നിൽക്കേണ്ടി വരും. ആ പണി ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം ഇടുന്നില്ല. ശബ്ദമില്ലല്ലോ. എന്താന്ന് വെച്ചാൽ ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നെയ്യിലൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കൊതിയില്ലേ, അത് എന്തിലിടുന്നതല്ല, അതിങ്ങനെ ആകുമ്പോൾ ഒരു കൊതിയാ. അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ്. ചെറിയ മടിയാണ്, പക്ഷെ ചെറുതായിട്ടൊരു മടിയാണ്. കൊത്തിയുള്ളതുകൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം.
നിനക്കെന്താ കിച്ചണിലെ കാര്യം? യു കമ്മിയട്ടാ. ആ അടിപൊളി. അങ്ങനെ ആര്യൻകുട്ടനെ വിശപ്പ് അറിയിച്ചു. പപ്പടം ചോറ് വേണം. തരാം. പപ്പടം ചോറും തരാം. പപ്പടം ചോറും വേണോ അമ്മേ? ആര്യൻകുട്ടന് ഒറ്റയ്ക്ക് സദ്യ കഴിക്കാൻ പോവാണ്. But with you it's so clear, and now that you're here I see colors in every spectrum. Guess I finally learned my lesson. Cause you glue all the pieces back together. Yeah, you take all my wrongs and make them better. Yeah, you make me This is for ഗണപതി. I feel so ഇനി നമുക്ക് കുഞ്ഞു ഗണപതിക്ക് നോക്കാം. baby. കഴിക്കാം ആര്യൻകുട്ട സദ്യ. ഇങ്ങനെ കഴിക്കുന്ന ആര്യൻകുട്ടൻ. പപ്പടമുണ്ട്, കൊച്ച് ഇഞ്ചി തൈരുണ്ട്, കൊച്ച് ഉപ്പേരിയുണ്ട്, അവിയല് വിളമ്പി, ഇനി ചോറ് വിളമ്പി. പായസാക്കുന്നുണ്ടോ ചോറിനെ? പേര് വിളമ്പി, ശർക്കര മുട്ടായി, നെയ്യുണ്ട്, നെയ്യ് വിളമ്പി, ഇച്ചിരി സാമ്പാർ. അമ്പോ ശർക്കര മുട്ടായി എടുത്ത് തിന്നു. അത്ര മതി അല്ലേ സാമ്പാറ്? ക്യാരറ്റ് സാമ്പാർ. പിന്നെ ഫേവറേറ്റ് പപ്പടം വെച്ച് എല്ലാം വിളമ്പി. എല്ലാം കൂട്ടിട്ട് ഇങ്ങനെ ഒരു ഉള്ളിലുണ്ട് പപ്പടവും നെയ്യും. ആര്യൻകുട്ടനെ സദ്യ വിളമ്പി. നെയ്യില് മുക്കി. ഗുഡ് ബോയ്. ഓലൻ കഴിക്കൂ. ഓലൻ ആര്യൻകുട്ട ഓലൻ കഴിക്കൂ. ഇതാണ് ഓലൻ. ആര്യൻകുട്ട ഓലൻ കഴിക്കൂ. എല്ലാം കഴിക്കണേ ഗുഡ് ബോയ് ആയിട്ട്. ഓക്കെ. പപ്പടം മാത്രമായിട്ട് തീർക്കല്ലേ. ഇനി ചോറുണ്ട്. അതാ I was never the one to write up a song for just anyone. I was always the one to find myself lost in all നെയ്യ് കൂട്ടി conversations. പപ്പടം തിന്നുന്നോ? Cause I've always been told that things will പപ്പടാണോ മെയിൻ ആഹാരം? keep on waiting. പപ്പടം നെയ്യാണ് മീനാഹാരം. Came along and proved me all wrong. I was so mistaken. Cause you glue all the pieces. ഓക്കെ. ഇനി ചോറുണ്ണണം. അപ്പ കഴിക്കട്ടെ. You take all my wrongs and make them better. Yeah, you're making me wanna try forever. And I feel so free. Oh my sweet baby. ഒരു സൗണ്ട് കേട്ടോ, ഒരു ഏമ്പക്കം. അത് ആര്യൻകുട്ടന്റെ ഏമ്പക്കമാണ്. ഞാൻ കഴിച്ചോളട്ടെ. അപ്പൊ പിറന്നാൾ ആശംസകൾ അമ്മേ. അമ്മ അമ്മയുടെ പിറന്നാളാണല്ലോ. വീണ്ടും മറന്നുപോയി. കിടക്കിടെ മറക്കുന്നു. ഇതെല്ലാം അടിപൊളി ഓലൻ. ഇതെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ട കറിയാണ് ഗൈസ്. ഇതെല്ലാം ഗോപുന്റെ മെനു ആണ്. ഗോപു ഹൗസ് സദ്യ അടിപൊളി നല്ലതാണോ? അടിപൊളി ഓലൻ, അടിപൊളി അവിയല്, അടിപൊളി ഉപ്പേരി, അടിപൊളി ചിത്തൈര്, അടിപൊളി മറ്റേതാ വെള്ളരിക്ക പച്ചടി, അടിപൊളി നാരങ്ങക്കറി, എല്ലാം എക്സ്ട്രീമിലേക്ക്. ഓക്കെ ഗൈസ്. അപ്പൊ അവിടെ ഒരാൾ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്തായി എന്നറിയില്ല. ഫിനിഷ് ചെയ്തോ? ചോറുണ്ടോ അതിലേ? ചോറും കഴിക്കണേ. ഓക്കെ. അമ്മ സദ്യ ഇഷ്ടായോ? അടിപൊളിയാ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഞാനും കൂടെ കഴിക്കട്ടെ ഗൈസ്. ശേഷം പിന്നെ ബൈ. ഓക്കെ. സോ ഗൈസ്, നമ്മളുടെ ആര്യൻകുട്ടന്റെ പിറന്നാൾ സെലിബ്രേഷൻ, അച്ഛമ്മയുടെ പിറന്നാൾ സെലിബ്രേഷൻ കഴിഞ്ഞു. സദ്യയൊക്കെ കഴിച്ച്
എല്ലാവരും പല സ്ഥലത്തായിട്ട് സൈഡായി ഗൈസ്. ഇവിടെ അരുൺ ഗോപൻ ഇവിടെ സൈഡായി, ഒരാളാ മീര ചേച്ചി ഇവിടെ സൈഡായി, പിന്നെ അച്ഛമ്മ അപ്പുറത്തെ സൈഡായി, അച്ഛൻ സോഫയിൽ സൈഡായി. സോ ആര്യൻകുട്ടൻ മാത്രം ധ്രുവച്ചേട്ടൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പൊ അവൻ കളിച്ച് ടയേർഡാകുമ്പോൾ പിന്നെ പിടിച്ച് ഉറക്കണം. അപ്പൊ അതാണ് ഇനി ഇന്നത്തെ അജണ്ട. ഒരു രക്ഷയില്ല. സദ്യ കഴിച്ചതൊക്കെ കൂടുതലായിട്ട് എന്നെ കൊണ്ട് അനങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. ഐ ആം ദ ഫുൾ എര വിഴുങ്ങിയതുപോലെ പോയി. അപ്പൊ അങ്ങനെയാണ്. എന്തായാലും ബ്യൂട്ടിഫുൾ പിറന്നാളായിരുന്നു. ഒരു കുഞ്ഞ് ഹാപ്പി ഡേ വീട്ടിൽ തന്നെ. ആര്യൻകുട്ടൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഷോ വീണ് എങ്ങനെയുണ്ടായി? കുപ്പിയിലെ വെള്ളം കുടിക്കുള്ളോ? അപ്പൊ 2 ദിവസത്തിനുള്ളിൽ ആര്യൻകുട്ടന്റെ ബർത്ത്ഡേ ആണ്. 13th നമ്മൾ അത് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വ്ളോഗൊക്കെ വെരി സൂൺ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആര്യൻകുട്ടന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ വേണം. സോ അടുത്ത വ്ളോഗിൽ വെരി സൂൺ കാണാം. കർട്ടൻ ഇവിടെ താത്തി തുടങ്ങി. ആര്യൻകുട്ടൻ ഉറങ്ങാനായി. ആര്യൻകുട്ടനെ കുപ്പിപ്പാലും പിടിച്ച് എവിടെ വിൻഡോ ഒക്കെ ഒരാൾ ഇവിടെ നിന്ന് താഴ്ത്തുന്നുണ്ട്. എന്താ പരിപാടി? 3 days വീണ്ടും കാണാൻ പോയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം. ആര്യൻകുട്ടൻ്റെ 3rd ബർത്ത്ഡേ ആണ്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണേ. താങ്ക് യു. നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.